നിങ്ങൾ കോഴീനെ വളർത്തുന്നുണ്ട്, പക്ഷേ നിങ്ങളെടുത്തുനിന്ന് ആരും കോഴീനെ വാങ്ങുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് കോഴിമുട്ടയൊന്നും ചിലവാകുന്നില്ല. ആകെ നഷ്ടത്തിലാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞുതരാവേ. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം എനിക്ക് ഒരു സീക്രട്ടും ഇല്ല കേട്ടോ. കാരണം എൻ്റെ എല്ലാ സീക്രട്ടുകളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു സീക്രട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞതാണ് കുറച്ച് കാര്യങ്ങളെല്ലാം. എന്നാലും അത് കാണാതെയും കേൾക്കാതെയും ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല. അവർക്കും കൂടി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ കോഴീനെ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ നിങ്ങളും നിങ്ങളെ വീട്ടിലുള്ള ആളുകളും മാത്രം അറിഞ്ഞാൽ പോരട്ടോ. നിങ്ങൾ കോഴീനെ വളർത്തുന്നുണ്ടെന്നുള്ളത് നമ്മുടെ നാട് മുഴുവൻ അറിയണം. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എന്ന് വേണ്ട, നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ഒരു ജില്ലക്കാർ മുഴുവനും അറിയണം നിങ്ങളുടെ വീട്ടിൽ കോഴീനെ വളർത്തുന്നുണ്ടെന്നുള്ളത്. അപ്പം അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക. വാട്സപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാറ്റസ് ഇടണം. നിങ്ങളത് മാത്രമല്ല കേട്ടോ, വീട്ടിൽ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ചേട്ടൻ, ചേച്ചി, അനിയത്തി ആരുടെയൊക്കെ കയ്യിൽ ഫോണുകളുണ്ടോ അവരുടെ ഫോണിനെല്ലാം നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടണം. സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ വേണം കോഴിയുടെ വീഡിയോ എടുക്കാനായിട്ട്. ഈ സ്റ്റാറ്റസ് കാണുമ്പോണ്ടല്ലോ, ഈ കോഴീനെ വളർത്താത്ത ആളുകൾക്ക് തോന്നണം എന്ത്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു കോഴീനെങ്കിലും വാങ്ങിയിട്ട് വീട്ടിൽ വളർത്താൻ. അങ്ങനത്തെ അടിപൊളി അഡാറ് സ്റ്റാറ്റസ് ആയിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. ഈ സ്റ്റാറ്റസ് വെക്കുക എന്ന് പറയുന്നത് ഇന്നൊരു സ്റ്റാറ്റസ് വെച്ചിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാറ്റസ് അങ്ങനെയല്ല കേട്ടോ. തുടർച്ചയായിട്ട് കുറച്ച് സ്റ്റാറ്റസ് നിങ്ങൾ അങ്ങ് ഇടണം. എന്നാലേ ഇവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ ഇവരങ്ങ് സ്ക്രോൾ ചെയ്ത് അങ്ങ് വിടും, ഒഴിവാക്കും. പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി ഉള്ള സമയത്ത് ഇവരുടെ മൈൻഡിലേക്ക് ഇപ്പോൾ ആരെങ്കിലും ഒന്ന് ചോദിക്കുകയാണ് ഇവരോട്, എടാ ഒരു കോഴീനെ കിട്ടണമായിരുന്നു, എവിടെ നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ സ്റ്റാറ്റസാണ്. ഞാൻ അന്ന് സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളടുത്തേക്ക് വരും. അതുമാത്രമല്ല, ഈ കോഴികൾ കൂടുതൽ ചിലവാകുന്ന ഓരോ സീസണുകളുണ്ട്. അതായത് കർക്കിടക മാസം, പിന്നെ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ വരുന്ന ആ ഒരു സമയത്തും ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുക. എന്തായാലും ആളുകൾ നിങ്ങളെ അടുത്തുനിന്ന് കോഴികളെ വാങ്ങും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കോഴി വളർത്തലിൽ വാട്സപ്പിനും ചെറിയൊരു പങ്കുണ്ട് കേട്ടോ. നിങ്ങൾ മറന്നു പോകരുത്, വാട്സപ്പിൽ നിർബന്ധമായിട്ടും സ്റ്റാറ്റസ് വെക്കുക. വീട്ടിലുള്ള എല്ലാ ആളുകളുടെ ഫോണിലും നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കോഴിത്തീറ്റ വാങ്ങാൻ പോകുന്ന സമയത്ത് ആ ഒരു ഷോപ്പിൽ ഒരുപാട് സ്ഥലത്തുള്ള ആളുകൾ കോഴിത്തീറ്റ വാങ്ങാൻ വരും. നിങ്ങൾ സ്ഥിരമായിട്ട് കോഴിത്തീറ്റ വാങ്ങാൻ പോകുന്ന ഷോപ്പാണെങ്കിൽ അവർക്ക് എന്തായാലും നിങ്ങളെ ഒരു പരിചയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് ആരെങ്കിലും കോഴിക്ക് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഫോൺ നമ്പർ കൊടുക്കാൻ പറയാം. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ ബ്രദറിൻ്റെയോ ആരുടെയെങ്കിലും വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ അവർക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ. ഇനി അടുത്ത റോള് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അമ്മയ്ക്കാണ്. അമ്മ പെർഫോമൻസ് ചെയ്യുന്നത് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. നമ്മൾ പെൺകുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ അയൽവാസികൾ കുറച്ച് ചേച്ചിമാരുണ്ട്, അവർ വന്നിട്ട് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും നമ്മുടെ അമ്മമാരോടെ. എന്താ ചോദിക്കാന്നറിയോ, കല്യാണപ്രായമൊക്കെ ആയില്ലേ, കെട്ടിച്ച് വിടുന്നില്ലേ, ആലോചനകൾ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഇനി കല്യാണം കഴിച്ചു വിട്ടാലോ അവരെന്താ ചോദിക്കുക, വിശേഷമായില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ വിശേഷമായി, കുട്ടിയായി, കുട്ടി സ്കൂളിൽ പോയാലും ഇവരുടെ ചോദ്യങ്ങൾ നിൽക്കുന്നില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഇനി അവരുടെ ചോദ്യങ്ങൾ നമ്മൾ നന്നായിട്ട് മുതലെടുക്കണം. അവർ നമ്മുടെ അമ്മേനോട് ചോദിക്കും, അവളിപ്പോൾ വരാറില്ലേ, കാണാറില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അമ്മേനെ ഒക്കെ പറഞ്ഞ് സെറ്റാക്കി വെക്കണം. എന്നിട്ട് അമ്മ എന്ത് പറയണം, അവളിപ്പോൾ ഭയങ്കര ബിസിയാണ്, അവൾക്കിപ്പോൾ പുറത്തേക്ക് പോകാനോ ഒന്നിനും നേരമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കില്ലേ എന്താണെന്നുള്ളത്. അവർക്കൊരാകാംക്ഷ വരും, എന്തായിരിക്കും, അവൾക്ക് ജോലിയില്ല എന്നുള്ളത് അവർക്കറിയാം, വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുകയാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുള്ളത് അവർക്കറിയാം. എന്നാലും അവർക്കൊരു ഇത് മൈൻഡിൽ കൂടെ പോവല്ലോ. അപ്പോൾ അവരോട് പറയണം, അവർക്ക് ഇഷ്ടംപോലെ കോഴികളുണ്ട്, 500 കോഴികളുണ്ട്, കോഴികൾക്ക് ഫുഡ് കൊടുക്കണം, തീറ്റ കൊടുക്കണം, പിന്നെ ഡെയിലി കോഴീനെ വാങ്ങാനും മുട്ട വാങ്ങാനൊക്കെ ആളുകൾ ഇങ്ങനെ വരികയാണെന്നൊക്കെ ഇങ്ങനെ പറയണം. ഈ ചേച്ചിമാരോട് മാത്രമല്ല, അമ്മമാർ കുടുംബശ്രീക്ക് പോകുന്നവരായിരിക്കാം, ഈ ഒരു സംഘം, അതുപോലെ ഒരുപാട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തൊഴിലുറപ്പിന് പോകുന്നവരുണ്ടാവും. അപ്പം അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഒന്ന് പൊക്കി അങ്ങ് പറയാൻ പറഞ്ഞേക്കണം. നമ്മളെടുത്ത് ഒരു 100 കോഴിയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അമ്മേനോട് പറയണം നമ്മളെടുത്ത് ഒരു 500 കോഴിയൊക്കെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാൻ പറയണം. അപ്പം അവരൊന്നും പറയില്ല കേട്ടോ, പക്ഷെ അവരുടെ മൈൻഡിൽ ഇതുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു ഉത്സവ സീസണായി, അവർക്കൊരു പൂവൻകോഴീനെ ആവശ്യം വന്നു, എവിടെ അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് അവരിങ്ങനെ ചിന്തിക്കുക, അജിതേച്ചി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചിയുടെ മോൾ ഇങ്ങനെ കോഴീനെ വളർത്തി വിൽക്കുന്നുണ്ട് എന്നുള്ളത്, അജിതേച്ചിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഒരു പക്ഷേ കോഴീനെ കിട്ടിയാലോ എന്ന് വിചാരിക്കും. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും. ഇനി അവരുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന് വേണമെങ്കിൽ അവരും ചിലപ്പോൾ ഇവരോട് വിളിച്ച് ചോദിക്കും, നിങ്ങൾ എവിടെയെങ്കിലും കോഴീനെ കിട്ടാനുണ്ടോ, ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ, അങ്ങനെ ഒരു ചേച്ചീൻ്റെ മോള് കോഴീനെ വിൽക്കുന്നുണ്ട്, കോഴിമുട്ടയൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെയും കൊടുക്കാം. പിന്നെ ഈ കർക്കിടക മാസമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അമ്മമാരോട് പറയാം, കോഴിമരുന്ന് കഴിക്കാൻ ആരെങ്കിലും കോഴീനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞേക്കണേന്ന് പറയാം.
പിന്നെ വേറൊരു കാര്യം, ഞാൻ കോഴീനെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു മേഖലയിലുള്ള 2-3 ആൾക്കാരെ എനിക്ക് നല്ല പരിചയമുണ്ടേ. അതുപോലെ നിങ്ങളും ഒന്ന് പരിചയപ്പെട്ടേക്കണം. എന്താന്ന് വെച്ചാൽ, ഒരാൾ എൻ്റെ അടുത്തൊരു പൂവൻകോഴീനെ വാങ്ങാൻ വന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള പൂവൻകോഴി എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു കസ്റ്റമറെ നേരെ എൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയക്കും. അപ്പം അവരുടെ അടുത്തുനിന്ന് ഇവർ കോഴീനെയും വാങ്ങി പോകും. അപ്പം നമുക്ക് ആ ഒരു കസ്റ്റമറെ നഷ്ടപ്പെടില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കോഴീനെ വാങ്ങാൻ പോയാൽ അവിടെ കോഴി ഇല്ലെങ്കിൽ അവൾ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും. അപ്പോൾ കസ്റ്റമർ എൻ്റെ അടുത്തുനിന്ന് കോഴീനെ വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോൾ നമ്മളെടുത്തൊരു കസ്റ്റമർ കോഴീനെ വാങ്ങാൻ വന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴി അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അസുഖങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ ആകെ കാണാൻ കോലം കെട്ട് തൂവലില്ല അല്ലെങ്കിൽ വാലില്ല അങ്ങനത്തെ കോഴികളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഒട്ടും തൃപ്തി ഉണ്ടാവില്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, കസ്റ്റമർ വന്നാൽ ഞാൻ എൻ്റെ കോഴികളെ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരേത് കോഴീനെയാണോ പറയുന്നത് ആ ഒരു കോഴീനെയാണ് ഞാൻ പിടിച്ചു കൊടുക്കാറ്. പക്ഷേ ചില ആളുകൾ ചെയ്യുക, കസ്റ്റമർ വരുന്ന സമയത്ത് അവർ കോഴിയുടെ റേറ്റ് പറയും, എന്നിട്ട് അവർക്കിഷ്ടമുള്ള കോഴീനെ കസ്റ്റമർക്ക് പിടിച്ചു കൊടുക്കും. അധിക ആളുകളും ഒന്നും പറയാതെ കോഴീനെ കൊണ്ടുപോകും. പക്ഷേ ആ ഒരു കസ്റ്റമർ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് രണ്ടാമത് കോഴീനെ വാങ്ങാൻ വരണമെന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ വരുന്ന സമയത്ത് അവർക്ക് ഏതാണോ ഇഷ്ടം, അധിക ആളുകൾക്കും പുള്ളിയുള്ള നല്ല ഭംഗിയുള്ള കോഴീനെയൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ ചില ആളുകൾ എന്താ ചെയ്യാന്നറിയോ, നല്ല ഭംഗിയുള്ള കോഴീനെയൊക്കെ അവിടെ സ്റ്റോക്കാക്കി വെച്ചിട്ട് എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനും ഇതുപോലെ ഒരു കരിങ്കോഴീനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അന്ന് എനിക്ക് കിട്ടിയൊരു കരിങ്കോഴി എന്ന് പറഞ്ഞാൽ ഒട്ടും ജീവില്ലാത്തൊരു കുഞ്ഞി മക്കള്. അന്ന് എനിക്ക് എൻ്റെ അമ്മയായിരുന്നു ആ ഒരു കോഴീനെ വാങ്ങിക്കൊണ്ട് തന്നത്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, അമ്മ ഇത് നോക്കിയിട്ടല്ലായിരുന്നോ വാങ്ങിയത് എന്ന് പറഞ്ഞപ്പം അവരുടെ ഇഷ്ടത്തിന് പിടിച്ചു തന്നതാണ്. അമ്മ പറഞ്ഞു കൊടുത്ത കോഴീനെന്നല്ല അവർ പിടിച്ചു കൊടുത്തത്. ആ കോഴി കുറച്ച് കാലേ ജീവിച്ചിട്ടുള്ളത്, എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് അതൊക്കെ എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, എപ്പോഴും കസ്റ്റമർ വരുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പുള്ളിയുള്ളതാണോ പൂവുള്ളതാണോ വാലുള്ളതാണോ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഒരു കസ്റ്റമർ വന്നപ്പം അവർക്ക് ആകപ്പാട് ഒരു നിർബന്ധം, പുള്ളിയും കളറൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല, പുള്ളിക്ക് വാല് നല്ല വിശറി പോലെ വേണം. ചില കസ്റ്റമർ അങ്ങനെയാണ്. നമുക്ക് തോന്നും ഇവർ എന്താ പെണ്ണാലോചിച്ച് വന്നതാണോ എന്നൊക്കെ തോന്നും ഇവരുടെ ഡിമാൻഡ് കേൾക്കുന്ന സമയത്ത്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, എനിക്ക് കളറും പുള്ളിയൊന്നും പ്രശ്നമില്ല, പക്ഷെ എനിക്ക് നല്ല വിശറി പോലത്തെ വാല് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശറി പോലുള്ള വാലുള്ള കോഴികളൊക്കെ ഞാൻ പിടിച്ചു കൊടുത്തു. കുറേ എണ്ണത്തിനെ പിടിച്ചു കൊടുത്തു. അതിൽ നിന്നാണ് പുള്ളിക്കാരൻ ഒരു 3 എണ്ണത്തിനെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോയത്. പിന്നെ ഒരാൾ വന്നു, ആൾക്ക് നല്ല പുള്ളിയുള്ള കോഴീനെയാണ് വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചു എന്നോട്, പുള്ളിക്കോഴികളുണ്ടോ, വെറൈറ്റി കോഴികളുണ്ടോ, വെറൈറ്റി പുള്ളികൾ വേണം കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള കുറച്ച് കോഴികളുടെ കളറൊക്കെ പറഞ്ഞു തന്നു. ഈ വെറൈറ്റി അല്ലാതെ വേറെ ഉണ്ടോയെന്നുള്ളത് കുറേ ആളുകൾക്ക് ഞാൻ വാട്സപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. നിങ്ങളിപ്പോൾ വണ്ടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യാം. ഒരുപാട് ആളുകളില്ലേ നമ്മളെ വാട്സപ്പിൽ ഇങ്ങനെ കോഴീൻ്റെ വീഡിയോയും അതുപോലെ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് അവർക്ക് വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല. അതായത് ഈ വീട്ടിൽ പ്രായമായ അമ്മ അച്ഛൻ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അവർക്ക് കോഴീനെയൊക്കെ വളർത്താൻ നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷേ വീട്ടിലുള്ള ആളുകൾ ഒരുപക്ഷെ ഇവരെ കൊണ്ടുവരാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ട് ഉണക്കിയാണല്ലോ വരിക. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഹോം ഡെലിവറി ചെയ്യാം. അവർക്ക് വാട്സപ്പിൽ കോഴികളുടെ ഫോട്ടോ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഏത് കോഴീനെയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മുന്നിട്ടിറങ്ങണം. അല്ലാതെ കൂട്ടിലുള്ള കോഴീനെ അവിടെ അടച്ചു വെച്ചിട്ട് എൻ്റെ അടുത്ത് കോഴിയുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ പോരാ. നമ്മളെടുത്ത് കോഴിയുണ്ട് എന്നുള്ളത് ആളുകൾ അറിയണം. അവരെ അറിയിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരോട് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കോഴി വളർത്തൽ മാത്രമല്ല, ഒരുപാട് മേഖലകളുണ്ട്. എന്തു തന്നെ ആയാലും നിങ്ങൾ ഏതൊരു മേഖല തിരഞ്ഞെടുത്താലും അത് എല്ലാവരും അറിയണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും സക്സസ് ആവും. പിന്നെ നിങ്ങൾ ഒരു ഫേസ്ബുക്കിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, യൂട്യൂബിലും ഇവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് കൊണ്ടിടുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുക. പിന്നെ ഫ്രണ്ട്സിനോട് പറയുക, റിലേറ്റീവ്സിനോട് പറയുക, എല്ലാവരോടും നിങ്ങൾക്ക് എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴി വളർത്തൽ മാത്രമല്ല കേട്ടോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് പരിപാടികളുണ്ട്. എന്ത് തന്നെ ആയാലും അതെല്ലാം നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വീട്ടമ്മ പോലും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് നമുക്ക് ചെറിയൊരു വരുമാനമാണെങ്കിൽ കൂടി അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒത്തിരി വലുത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അതിലൂടെ സാധിച്ചെടുക്കാൻ പറ്റും അല്ലേ. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പം നമ്മുടെ പ്രിയദർശിനി ബസ്സും കൂടി വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക പൈസ സേവ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രാമസഭേൻ്റെ മീറ്റിംഗ് ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നോ ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ പങ്കെടുക്കുക. ഗ്രാമസഭയിൽ പോയാൽ അവിടെ നിന്നൊരു ഫോം കിട്ടുന്നതാണ്. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ 5 കോഴികളെ കിട്ടും കേട്ടോ. മുട്ടക്കോഴികൾ 5 എണ്ണം, എനിക്ക് തോന്നുന്നു 50 രൂപയോ അങ്ങനെ എന്തോ ആണ്, എന്തായാലും കുറഞ്ഞൊരു പൈസയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോമൊക്കെ വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കുക. കോഴീനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെനിക്ക് എൻ്റെ കമൻറ്റിലൂടെ മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോഴി വളർത്തൽ തുടങ്ങുക. നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ കണ്ടെത്തുക, അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ കോഴീനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാമസഭയിൽ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഫോമൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മാസം കൊണ്ട് നിങ്ങൾക്ക് കോഴീനെ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒരു 5 കോഴീനെ വളർത്തി നോക്കുക. വളർത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കോഴികളൊക്കെ വാങ്ങിയിട്ട് നല്ലൊരു കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് കോഴികളെ വളർത്തിയിട്ട് നല്ലൊരു വരുമാനം നേടിയെടുക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുത്തത് ചോറ്, അതുപോലെ ചീര, പിന്നെ കുറച്ച് നമ്മുടെ ഈ മീന്തല ഉണ്ടല്ലോ, അത് മഞ്ഞളിട്ട് വേവിച്ചിട്ടാണ് ഞാൻ എപ്പോഴും കൊടുക്കാറ്. അതും കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചീരേൻ്റെ ഇലയും അതുപോലെ ആ ഒരു മീന്തല വേവിച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ഒരുപാട് കെമിക്കൽസൊക്കെ ഇട്ടിട്ട് വരുന്നതല്ലേ, അത് അങ്ങനെ കൊടുത്താൽ ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചിട്ടാണ് ഞാൻ ചോറിൽ കൂട്ടി കുഴച്ചാണ് കൊടുക്കാറ്. അതാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും. പിന്നെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ, ഇത് നമ്മുടെ ഗ്രാമശ്രീ പൂവൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇവരിപ്പം അത്യാവശ്യം വലുതായിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല വികൃതികളാണ്. കൂട്ടിൽ പോയാൽ കാലും കൈയൊക്കെ കൊത്തി തിന്നാളും. എന്നെ മുഴുവനോടെ അങ്ങ് വെച്ച് കൊടുത്താൽ അവർ കൊത്തി തിന്നിട്ട് അസ്ഥിയാക്കിയിട്ട് തിരിച്ചു തരും. അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇവർ എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് അങ്ങനെയാണ്. ഇനി വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലായിട്ടാണോ എന്നറിയില്ല, ഫോണും കൊണ്ട് കോഴിക്കോട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ആക്രമണം മുഴുവൻ ഉണ്ടാക്കുന്നത്. അല്ലാത്തപ്പം വലിയ കുഴപ്പമില്ല. ഫോൺ കണ്ടാൽ പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നിനും ഇവർ സമ്മതിക്കില്ല, മൊത്തത്തിൽ കൊത്തിപ്പറയാണ്. അതുകൊണ്ട് കൂട്ടിൽ ഞാൻ ഒരുപാട് നേരം നിന്നിട്ടില്ല, വേഗം അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ കൂട്ടിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇന്ന് സ്കൂളിൽ ലീവാണേ, അതുകൊണ്ട് മക്കൾ 2 വീട്ടിലുണ്ട്. പിന്നെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇത് നന്ദു എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നന്ദു എടുത്ത് തന്നൊരു വീഡിയോ ആണ്. എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഇവർ സ്കൂളിൽ പോയാലും ഞാനങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കാറില്ല. സ്റ്റാൻഡൊക്കെ കൊണ്ടുവച്ച് ഫോണൊക്കെ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ, അവരിപ്പോൾ ഭയങ്കര വികൃതിയാണ്. കൂട്ടിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡൊന്ന് കൊണ്ടുവച്ചാൽ അവർ വെച്ചേക്കില്ല, അല്ലെങ്കിൽ പിന്നെ കെട്ടിയൊക്കെ വെക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും നടക്കില്ല. പിന്നെ കുറച്ച് വലിയവരൊക്കെ ഞാൻ തുറന്ന് വിടുക കേട്ടോ ചെയ്യുക. അപ്പം നിങ്ങൾ കോഴീനെ വളർത്തുന്ന ആളുകളാണെങ്കിൽ തുറന്നൊക്കെ വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അയൽവീട്ടിലേക്കൊക്കെ കോഴികൾ പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണുണ്ടാവും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ വളർത്താനായിട്ട്. പിന്നെ മഴക്കാലമാണ്, കൂടൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും കൂട്ടിൽ നനവുണ്ടാവും, അതുപോലെ ഈച്ചശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് അടച്ച് തന്നെ സൂക്ഷിക്കുക. ഈച്ചശല്യം ഉണ്ടെങ്കിൽ മറ്റേ ഫ്ലൈങ് സ്റ്റിക്ക് ബോർഡില്ലേ, അതിട്ടാൽ ഒരെണ്ണം വാങ്ങിയിട്ട് കൂടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ ഈച്ചയൊക്കെ അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചോളൂ കേട്ടോ. പിന്നെ കൂട് വൃത്തിയിൽ കൊണ്ട് നടന്നാൽ അങ്ങനെ ഒരുപാട് ഈച്ചശല്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മഴക്കാലമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. കോഴികൾക്ക് അസുഖങ്ങൾ കൂടുതൽ വരാൻ വേനൽക്കാലമുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മഴക്കാലമാണ് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് കൂട്ടിൽ ചിപ്പിൽപ്പൊടി ഇട്ടത്. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോഴത്തേക്ക് കൂട് മൊത്തം നനഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, അതിൻ്റെ ഷീറ്റ് പറന്ന് പോയിട്ട് അതിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടതാണെന്നുള്ളത്, ഹോളുള്ള ഭാഗത്തൊക്കെ. ആ ഒരു സ്റ്റിക്കർ പൊളിഞ്ഞതാണ്. ഇനി വേറെ ഹോള് വീണാണോ എന്നറിയില്ല. കൂട്ടിൽ മൊത്തം കഴിഞ്ഞ ദിവസം വെള്ളമായിരുന്നു. ഇനി എലി ഉള്ളിൽ കൂടെ വന്ന് തുരന്നോന്നൊന്നും അറിയില്ല. കെണി വെച്ചിട്ടൊന്നും എലീനെ കിട്ടുന്നില്ല. ഇനി എലീനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. എലീനെ കൊണ്ട് ചില്ലറ ശല്യം നല്ലുള്ളത്, കാരണം എൻ്റെ മോപ്പൊക്കെ കടിച്ചു കൊണ്ടുപോയി. 2ാമത്തെ മോപ്പും വാങ്ങിയതിപ്പോൾ 3ാമത്തതാണ്. ഒരു സാധനം എവിടെയും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോപ്പായാലും ചകിരിയായാലും എല്ലാം. പുള്ളിക്കാരൻ്റെ ഒരു താവള കേന്ദ്രം എന്ന് പറയുന്നത് എൻ്റെ കോഴിക്കോടാണ്. അതിൻ്റെ ഓലേൻ്റെ ഉള്ളിൽ എവിടെയോ ആണിത് കൊണ്ടുപോയി വെക്കുന്നത്. ഷീറ്റൊക്കെ കീറിയിട്ട് മൊത്തത്തിൽ കോഴിക്കോട് മുഴുവനായിട്ട് വെള്ളം ഒലിച്ച് ആകെ നാശമായി.
അപ്പം ഞാൻ ചിപ്പിൽപ്പൊടിയൊക്കെ മാറ്റി വേറെ അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല, ചിപ്പിൽപ്പൊടിയോ അറക്കപ്പൊടിയൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് മാത്രമല്ല കോഴിക്കാഷ്ടത്തിൻ്റെ ആ ഒരു നനവ് പെട്ടെന്ന് വലിച്ചെടുക്കല്ലോ, അതുപോലെ കൂട്ടിൽ നനവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ മഴക്കാലം അങ്ങനെയല്ല. അതാണ് പറഞ്ഞത്, മഴക്കാലം വരുന്നതിൻ്റെ മുന്നേ തന്നെ അത്യാവശ്യം ചിപ്പിൽപ്പൊടി അറക്കപ്പൊടിയൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഈ ഒരു മഴേൻ്റെ പാറൽ തട്ടുമ്പം തന്നെ അത് പെട്ടെന്ന് നനവ് വരും, ആ ഒരു നനവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല വൃത്തിയിൽ തന്നെ കൂട് കൊണ്ട് നടക്കുക കേട്ടോ. മഴക്കാലത്താണ് കുറച്ചും കൂടി സ്മെല്ലും കാര്യങ്ങളൊക്കെ കൂട്ടുന്ന വരിക, അപ്പോൾ അതും നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെ കൂട്ടിലേക്ക് പാറലൊക്കെ ഏൽക്കുന്നുണ്ടെങ്കിൽ കൂടിൻ്റെ മുകളിൽ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു കർട്ടനോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ ഒക്കെ വലിച്ച് കെട്ടി കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടിലേക്ക് ഈ വെള്ളം പാറിയിട്ട് കൂട് നനയില്ല കേട്ടോ. പിന്നെ കൂടുതലായിട്ട് കൂട് നനയാന്ന് പറഞ്ഞാൽ ഈ തുറന്നു വിടുന്ന കോഴികളുണ്ടല്ലോ, അവർ മഴയത്ത് നിന്ന് ഇങ്ങനെ കയറി വന്ന് കൂട്ടിൽ നിൽക്കുമ്പം അവരുടെ ദേഹത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചിട്ട് ആ ഒരു കൂട്ടിൽ മുഴുവനും സ്പ്രെഡ് ആവും. അങ്ങനെയാണ് കൂടുതലും വേഗം കൂട് നാശമായി പോവുക. അപ്പോൾ മരത്തിൻ്റെ കൂടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ നനവും ഈ ഒരു കോഴിക്കാഷ്ടം കൂടി വരുന്ന സമയത്ത് ആ ഒരു മരമൊക്കെ ദ്രവിച്ചു പോകും. അപ്പോൾ മഴക്കാലത്ത് നിങ്ങൾ മരത്തിൻ്റെ കൂടാണെങ്കിൽ അടിയിലൊരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിപ്പിൽപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തുറന്നു വിടുന്ന കോഴികളൊക്കെ കയറുന്ന കൂടാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ.